എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിൽ യൂണിറ്റ് 5 അതിൽ ഹോണസ്റ്റി പേസിലെ ആക്ടിവിറ്റി 12 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുമായിട്ടാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാരൻസും ടീച്ചേഴ്സും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ആക്ടിവിറ്റി ഒന്ന് നോക്കാം. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ്. എ ഫാർമർ അടിവരയിട്ടിട്ടുണ്ട്. ഹി വാസ് ഹാർഡ് വർക്കിംഗ്. അയാൾ കഠിനാധ്വാനിയായിരുന്നു. അതിൽ ഹി എന്നുള്ളത് അടിവരയിട്ടിട്ടുണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഷൈനിങ് എന്ന് അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഗാർഡ്സ് കോട്ട് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ടുക്ക് ഹിം ടു ദ പാലസ്. അതിൽ ദ ഗാർഡ്സും അതേപോലെ തന്നെ ദേയും അടിവരയിട്ടിട്ടുണ്ട്. ദ കിങ്, ദ ഗാർഡ്സ്, ദ ഫാമേഴ്സ് വൈഫ് എന്നുള്ള അടിവരയിട്ടുകൊണ്ട് അപ്പുറത്ത് വരുന്നത് എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന ഒരു ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം എന്താണ് പ്രോനൗൺ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കി പോവാം. നോക്കുക. എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നെയിം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോനൗൺ എന്ന് പറയാം. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് പറയാം. പ്രോനൗൺ മീൻസ് യൂസിങ് എ സ്മോൾ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നെയിം. പ്രോനൗൺ എന്നത് ഒരു സ്മോൾ വേർഡ് നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു നെയിമിന് പകരം വേണ്ടിയിട്ട് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ പറയാം. രവി ഈസ് എ ബോയ്. അപ്പോൾ രവിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ഹി ഉപയോഗിച്ചു. ഹി ഈസ് എ ബോയ്. സീത ഈസ് എ ഗേൾ. സീത എന്നാണ് ഒരു ഗേളാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഷീ ഈസ് എ ഗേൾ എന്ന് ഉപയോഗിക്കാം. ദ ഡോഗ് ഈസ് സ്മോൾ. അപ്പോൾ ഡോഗ് എന്താണ്? സ്മോൾ ആണ്. അപ്പോൾ അതിന് ഇറ്റ്സ് ഈസ് സ്മോൾ എന്ന് ഉപയോഗിക്കാം. ദ ബോയ്സ് ആർ പ്ലേയിങ്. അതിന് പകരമായിട്ട് ദ ബോയ്സിന് പകരം നമ്മൾ ദേ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒരു പ്രോണൗൺ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്താണ് ഇത്ര സിമ്പിളായിട്ടേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പറ്റൂ. മാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹി ഉപയോഗിക്കും. മാൻ ആണെങ്കിൽ ഹി ഉപയോഗിക്കും. ഓർത്ത് വെക്കുക. മാൻ ആണെങ്കിൽ നമ്മൾ ഹി ആണ് ഉപയോഗിക്കുക. ഷീ വുമൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഷീ ആണ് ഉപയോഗിക്കുക. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വുമൺ ആണെങ്കിൽ നമ്മൾ ഷീ ഉപയോഗിക്കും. കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദേ ഉപയോഗിക്കും. കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ദേ ഉപയോഗിക്കും. ഒരു വസ്തുവാണ് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളാണെങ്കിൽ നമ്മൾ അതിന് ഇറ്റാണ് ഉപയോഗിക്കുക. നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഹി എന്നുള്ളത് ആണുങ്ങൾക്ക് വേണ്ടി, ഷീ എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് വേണ്ടി, കുറേ ആളുണ്ടെങ്കിൽ നമ്മൾ ദേക്ക് ആണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ എന്താണ് സാധനങ്ങൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്കൊക്കെ നമ്മൾ ഇറ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ നോക്കിയേ, എ ഫാർമർ എന്നുള്ളത് പുരുഷനാണ്, അതുകൊണ്ട് ഇവിടെ ഹി ഉപയോഗിച്ചു. ദ കോയിൻ എന്നുള്ളതൊരു വസ്തുവാണ്, അതുകൊണ്ട് ഇറ്റ് ഉപയോഗിച്ചു. ദ ഗാർഡ്സ് എന്നുള്ളത് കുറേ പേരുണ്ട്, അപ്പോൾ നമ്മൾ ദേ ഉപയോഗിച്ചു. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരങ്ങളിലേക്ക് എത്താം. കിങ് എന്ന് പറയുന്നത് രാജാവാണ്. അതാരാണ്? ഒരാളാണ്. അപ്പോൾ നമ്മളവിടെ ഹി ആണ് ഉപയോഗിക്കുക. ഇനി ഗാർഡ്സ് എന്ന് പറയുമ്പോൾ ഒറ്റയാളായിരിക്കും, കുറേ പേരുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? കുറേ പേര് ഗാർഡ്സ് ആയിട്ട്, കാവൽക്കാരായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദേ ആണ് നമ്മളവിടെ ഉപയോഗിക്കുക എന്നുള്ളത് തിരിച്ചറിയുക. ഗാർഡ്സിന് ദേ. ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമുക്കൊന്നുകൂടെ ടൈപ്പ് ചെയ്യാം. ദേ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദ ഫാർമേഴ്സ് വൈഫ്. ഫാർമേഴ്സ് വൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഫാർമറിൻ്റെ ഭാര്യ. ഫാർമറിൻ്റെ ഭാര്യ ആണായിരിക്കും പെണ്ണായിരിക്കും? സ്വാഭാവികമായിട്ടും പെണ്ണായിരിക്കും. അപ്പോൾ എന്താണ് ഉത്തരം വരിക? ഷീ എന്നാണ് ഉത്തരം വരിക. അപ്പോൾ ദ കിങ് സോ ദ ഫാർമർ, ഹി വണ്ടേഡ്. ദ ഗാർഡ്സ് ചേസ് ദ ഫാർമർ, ദേ ബോട്ട് ഹിം ടു ദ കിങ്. ദ ഫാർമേഴ്സ് വൈഫ് വാസ് ആംഗ്രി, ഷീ
സ്കോൾഡ് ഹിം. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് വരിക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുകൂടി ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ. ഒരുപാട് വീഡിയോകളും റിസോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.